റംസാൻ നോയമ്പ് വരുമ്പോ 12 സൂര്യൻ ഉദിച്ച് സൂര്യാസ്തമനം വരെ ഒന്നും കഴിക്കാതെ മുസ്ലിങ്ങൾ ഇരിക്കും. അത് കഴിഞ്ഞ് വല്ലതൊക്കെ കഴിക്കാം. എന്നാൽ മറ്റു മതങ്ങളിലെ ഇറച്ചി തിന്നാൻ പാടില്ല, മീൻ തിന്നാൻ പാടില്ല, മുട്ട തിന്നാൻ പാടില്ല എന്നിങ്ങനെ ആഹാരങ്ങളെ വർദ്ധിച്ചുകൊണ്ടാണ് ഇത്ര ദിവസം നിൽക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആഹാരം കഴിക്കുന്നതിന് ടൈമിംഗ് ഒന്നുമില്ല. അപ്പോൾ പലരും മുസ്ലിങ്ങളെ കളിയാക്കും. നിങ്ങൾ 12 മണിക്കൂർ പട്ടണി ഇരുന്നിട്ട് പിന്നെ അങ്ങ് ബിരിയാണി അടിച്ച് കയറ്റിയാൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ ഇങ്ങനെ നോയമ്പെരുന്നാൽ ഉള്ള ഗുണം എന്താണ് എന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. ഈ റോക്കറ്റ് ശൂന്യാകാശത്തിലായിരിക്കുമ്പോൾ ചോറ് വാരി തിന്നാനൊന്നും പറ്റത്തില്ല. വെയിറ്റ്ലെസ്സസ് ആയതുകൊണ്ട് ഈ അസ്ട്രോണോട്ടും ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, ആഹാരവും ഒഴുകി നടന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തിന്നാൻ പറ്റിയല്ല. അതുകൊണ്ട് ഒരു കുഴലിനകത്ത് ആഹാരം വെച്ച ശേഷം ഞെക്കി ഞെക്കി വായിക്കാത്തോട്ട് ആക്കിയിട്ട് ഒരു ശൂന്യാകാശത്തിലെ സഞ്ചാരി ആഹാരം കഴിക്കാൻ പറ്റും. അപ്പൊ ഈ യന്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഈ മനുഷ്യൻ പട്ടിണിയായി പോകും, അസ്ട്രോണോട്ട് പട്ടിണിയായി പോകും. അപ്പൊ ഈ ശൂന്യാകാശ സഞ്ചാരിക്ക് എന്ത് സംഭവിക്കും? ഇത് നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു. അപ്പോഴാണ് അവരൊരു അത്ഭുതം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിയുമ്പോൾ അവന്റെ ബോഡിക്കകത്ത് ദൈവം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുടലൊരു സന്ദേശം തലച്ചോറിലേക്ക് അയക്കും. ഈ മനുഷ്യൻ പട്ടിണി ഇരുന്ന് ചാവാൻ പോവാണ് എന്നൊരു മെസ്സേജ്. ഇത് തലച്ചോറ് കിട്ടിക്കഴിയുമ്പോൾ തലച്ചോറ് കുടലിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ആ കുടലിലേക്കുള്ള മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ കുടലിന്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ പെരിറ്റോണിയത്തിന്റെ വൃത്തിക്ക് അത് ചെറിയ ക്രാക്സ് വേണം. മൈക്രോസ്കോപ്പിൽ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, മനുഷ്യന് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നിട്ടൊരു എൻസൈം കുടലിലേക്ക് ഊർന്നിറങ്ങും. ഈ എൻസൈം ഒരു മനുഷ്യന്റെ കുടൽ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ മനുഷ്യന് 10 ഇരട്ടി ആരോഗ്യം വരികയാണ്. കരിവൻ മരിക്കാതിരിക്കാൻ വേണ്ടി, പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വരൻ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി അങ്ങനെ ഈ പെരിറ്റോണിയത്തിനകത്തുനിന്ന് ഇത് എൻസൈം വലിച്ചെടുത്ത് ബോഡി ശക്തമായി കഴിയുമ്പോൾ ബോഡിക്കുണ്ടാകുന്ന ഫസ്റ്റ് എഫക്ട് ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. നമുക്ക് രോഗമുണ്ടാവുമ്പോൾ ആ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് ഓട്ടോ ഇമ്മ്യൂൺ പവർ. ഈ റംസാന് 12 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് ഈ എൻസൈം വലിച്ചെടുത്ത് കഴിയുമ്പോൾ അവന് രോഗപ്രതിരോധ ശക്തി അതിശക്തമായിട്ട് വരും. ശരിക്കും റംസാൻ നോക്കുന്ന ആളുകൾക്ക് സാധാരണ രോഗങ്ങൾ വരാനൊക്കെയല്ല, പനി ഉൾപ്പെടെ. എന്നാൽ അതിലൊക്കെ ശക്തമായ അത്ഭുതം എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ചികിത്സാ രംഗത്താണ്. എന്താണ് ഈ ക്യാൻസർ? നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ബലഹീനമാവുമ്പോൾ നമ്മുടെ സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശരിക്കും റംസാൻ നോക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ ക്യാൻസർ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയാണ്. അതായത് ശരിക്ക് റംസാൻ നോക്കുന്ന ഒരാളിന് സാധാരണയുള്ള ഒരു ക്യാൻസറും വരികയില്ല. ഈ ജന്മനാ ക്യാൻസർ വരുന്ന ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പനും വല്യപ്പനും എല്ലാം കുടലിന് ക്യാൻസർ വരുന്ന ഒരാൾക്ക് കൊച്ചുമോനും കുടലിന് ക്യാൻസർ വരാം. ഇങ്ങനെ ജനറ്റിക്കലി സ്പെസിഫൈഡ് ക്യാൻസർ ഒഴിച്ചുള്ള സാധാരണ ക്യാൻസറുകൾ വരുന്നത് വളരെ കുറവാണ്. എന്റെ കൂടെ പഠിച്ച സുഹൃത്താണ് RCCയുടെ ഡയറക്ടറായിരുന്ന സെബാസ്റ്റ്യൻ. ഞാൻ സെബാസ്റ്റ്യനോട് ചോദിച്ചു, ഈ ക്യാൻസർ വരുന്ന ആളുകളിൽ ഏറ്റവും കുറച്ച് ക്യാൻസറിന് എന്തെങ്കിലും കാറ്റഗറി ഉണ്ടോ? സെബാസ്റ്റ്യൻ പറഞ്ഞു, നെറ്റിയിൽ തഴമ്പുള്ള മുസ്ലിങ്ങൾക്ക് ക്യാൻസർ വന്നിവിടെ വരുന്നത് വളരെ അപൂർവമാണ്, വളരെ അപൂർവം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ തന്നെ RCC പോയി, ഞാൻ പോയി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. RCC പോയി ചുമ്മാ അവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു നോക്കുക. നെറ്റി തഴമ്പുള്ള ഒരാളിനെ വല്ലതും കണ്ടെന്നിരിക്കും, ബാക്കി അവിടെ നെറ്റി തഴമ്പുള്ള ആളിനെ കാണുകയില്ല. കാരണം ശരിക്ക് റംസാൻ നോയമ്പ് നോക്കി നിസ്കരിക്കുന്ന ഒരാളിന് ക്യാൻസർ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു, എയ്ഡ്സ് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു. അപ്പോ 1400 കൊല്ലത്തിനു മുമ്പ് ഒരു MBBS പഠിക്കാത്ത പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ ഒരു മെഡിക്കൽ നിയമം എങ്ങനെ കണ്ടെത്തി? ഇത് ആധുനിക ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഈ റംസാൻ നോയമ്പ് അത്ഭുതകരമായ ഒരു മെഡിക്കൽ